ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സ്ട്രോബെറി വാട്ടർമെലൺ മിൽക്ക് ഷർബത്ത് വിത്ത് ചിയ സീഡ്. ഈസി റെസിപ്പിയാണ്. സമ്മറിലൊക്കെ ഇങ്ങനെ കൂൾ ചെയ്ത് കുടിച്ചാൽ അടിപൊളി കേട്ടോ. വേറെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ചിയ സീഡ് ഒന്ന് സോക്ക് ചെയ്യാൻ ഇടണം. ചിയ സീഡ് ഓക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ ഇട്ടു. ചിയ സീഡ് സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രോബെറിയും കുറച്ച് മിൽക്ക് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നെക്സ്റ്റ് സ്ട്രോബെറി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് മിൽക്കും ഈ ഷുഗറൂടെ ചേർത്ത് ഞാൻ ഈ മിക്സറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. കുറച്ച് മധുരം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ബൗളിലോട്ട് ഒഴിച്ചിട്ടേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. മിൽക്കാണെങ്കിൽ കോൾഡായിരുന്നു കേട്ടോ. കോൾഡ് മിൽക്കും സ്ട്രോബെറിയും ഷുഗറും ഇട്ട് അടിച്ചത് ഇതേപോലെ വെച്ചു. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അവിടെ നിന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചെടുക്കാൻ പോവാം. അത് അവിടെ നിന്ന് കൂൾ ചെയ്ത് വരുമ്പോഴേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എനിവേ ഇത് കട്ട് ചെയ്യാൻ ഒരു 5 minutes എടുക്കുമല്ലോ. ആ സമയത്ത് സ്ട്രോബെറി മിൽക്ക് വെറുതെ എന്തിനാ പുറത്ത് വെച്ചത്, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് പീൽ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടേക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാവുണ്ട്. അതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെക്കുക. ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി മിൽക്കിൽ അതെടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് പിന്നെ ചിയ സീഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചില്ലേ ആ സ്ട്രോബെറി മിൽക്ക്, അത് നമുക്കിത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ട് കോൾഡായിട്ടുണ്ട്. ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ ചിയ സീഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒത്തിരി റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ കേട്ടോ, അത് ഓപ്ഷനില്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നല്ലതാണ്. ഈ സ്ട്രോബെറി മിൽക്കിനകത്തായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി കോൾഡാണ്, ഇങ്ങനെയും സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കോൾഡാക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ചിയ സീഡും വാട്ടർമെലനും സ്ട്രോബെറി മിൽക്കും നിങ്ങൾക്ക് കണ്ടൂടെ കേട്ടോ. ഇപ്പം തന്നെ അടിപൊളിയാണ്. വേണമെങ്കിൽ 10 minute നമുക്കൊന്ന് ചില്ല് ചെയ്തെടുക്കാം അല്ലേ. ഒരു 10 minute കൂടെ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് കോൾഡാക്കിയിട്ട് എടുക്കാം. ഇത് ഓൾറെഡി കോൾഡാട്ടോ. നിങ്ങൾക്ക് ഈ തണുപ്പ് മതിയെങ്കിൽ അത് മതി. അതല്ല ഒന്നുകൂടെ തണുത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 10 minute കൂടെ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് കുടിച്ച് നോക്കാം. കൂൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ ഒരു 10 minute ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ചെയ്തെടുത്തു. നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷർബത്ത് റെഡി. അങ്ങനെ ഷർബത്ത് സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ സ്ട്രോ ഇട്ട് ഡ്രിങ്ക് ചെയ്യാം. ഞാൻ ഇതിനകത്ത് കുറച്ച് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടോ. അത് ഓപ്ഷനില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അത്തവർ അത് യൂസ് ചെയ്യണമെന്നില്ല. സമ്മറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.